കൂട്ടുകാരെ, എല്ലാവർക്കും ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. എന്നാ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? മേ ഐ കം ഇൻ മിസ്? വാ വാ. അൻസിയ, എന്താണ് ഇന്ന് ലേറ്റ് ആണല്ലോ? എന്താ എന്ന് പറയാനുള്ള ന്യായം? മിസ്സിന്റെ പറച്ചിൽ കേട്ടല്ലോ, ഓർക്കുമല്ലോ. എല്ലാ ദിവസവും ലേറ്റ് ആവാൻ വേണ്ടിട്ട് ഞാൻ കാര്യം കണ്ടുപിടിക്കണമെന്ന്. അല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയൊന്നും അല്ല. ഓഹോ, അപ്പൊ ഞാൻ കള്ളം പറയുന്നതാണെന്നാണോ? എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് ഓരോ ഉടായ്പ ന്യായം പറഞ്ഞോണ്ട് വന്നോളൂ. മിസ് എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് എന്നോട് സംസാരിക്കുന്നേ. ഞാൻ അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല കേട്ടോ മിസ്സേ. അല്ല അൻസിയ, ഞാൻ നിന്നോട് എന്ത് മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നു നീ പറയുന്നേ? എന്തെങ്കിലും പറയാനുണ്ടോ? നേരെ നോക്കി മുഖത്ത് നോക്കി പറ കൊച്ചേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. മിസ്സിന്റെ ചോദ്യം കേട്ടപ്പോഴത്തേക്കും മിസ്സിന് പണ്ട് കാലം തൊട്ടേ എന്നോട് ശത്രുതയും വൈരാഗ്യം ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഷേടാ, ഇത് വലിയ കഷ്ടായല്ലോ. ഇപ്പൊ എനിക്കാണോ കുറ്റം? ഇന്ന് ഞാൻ വൈകിയത് എന്താണെന്നല്ലേ മിസ്സിന് അറിയാനുള്ളത്? ഞാൻ പറയാം. വേണമെന്നില്ല. എന്തെങ്കിലും ഉടായ്പ ന്യായം പറഞ്ഞു വരാനല്ലേ? എനിക്കറിയാം. ക്ലാസ്സിൽ കയറി ഇരിക്കാൻ നോക്ക്. എന്തുവാ മിസ്സേ ഈ പറയുന്നു? ഉടായ്പ ന്യായം പറയാനാണെന്നോ? അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നൊക്കെ സത്യവാ. ഞാൻ കള്ളത്തിനൊന്നും പറയാറൊന്നും ഇല്ല മിസ്സേ. മിസ്, ഞാനിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ലോ, ഒരു പൂച്ചക്കുഞ്ഞിനെ കാക്കകളെല്ലാം കൂടി ഇട്ടുകൊണ്ട് കൊത്തുന്നു. അപ്പൊ ആ പൂച്ചക്കുഞ്ഞിനെ അവിടെ ഇട്ടേച്ച് പോരാൻ പറ്റുമോ എനിക്ക്? എന്തോ ജീവി കടിച്ചിട്ട് ആ പൂച്ചക്കുഞ്ഞിന്റെ ഒരു കണ്ണും പോയിട്ടുണ്ട്. ഞാൻ ആ കാക്കകൾക്ക് കൊത്താനായിട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു പൂച്ചക്കുഞ്ഞിനെ. ഞാൻ ആ പൂച്ചക്കുഞ്ഞിനെ തിരിച്ച് എൻ്റെ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിച്ച് എൻ്റെ അമ്മേനോട് ആ പൂച്ചക്കുഞ്ഞിനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അല്ലാതെ ഞാൻ ഉടായ്പിനായും കള്ളത്തിലൊന്നും പറയണമെന്നല്ല. എനിക്കങ്ങനെ എന്തേലും പറഞ്ഞ് പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി ശരി, കയറി ഇരിക്ക്. ഓക്കെ, താങ്ക് യു മിസ്. സ്റ്റുഡൻസ് എല്ലാവരും ഞാൻ ഇന്നലെ പഠിക്കാൻ പറഞ്ഞതൊക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? തുടങ്ങി ഉണ്ട്. ഇതെന്താ, ഒരാള് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? ബാക്കി ആരും പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ട് മിസ്സേ. കണ്ണാ, നീ പഠിച്ചിട്ടില്ലേ ഇന്നലെ പഠിക്കാൻ തന്നത്? സോറി മിസ്, ഞാൻ പഠിച്ചില്ല. ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു മിസ്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അടുത്ത ന്യായക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. കറണ്ട് ഇല്ലായിരുന്നെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കണമായിരുന്നു. മിസ്സേ, മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കാനായിട്ടേ ലാമ്പും ഇല്ലായിരുന്നു, തീപ്പെട്ടിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കാൻ പറ്റിയില്ല. വീട്ടില് ഗ്യാസ് അടുപ്പില്ലേ? ഉണ്ട് മിസ്സേ. എന്നാ അതിന്റെ അകത്തുനിന്ന് മെഴുകുതിരി കത്തിച്ചുകൂടായിരുന്നോ? ഇല്ല മിസ്സേ, അതിന്റെ അകത്തുനിന്ന് മെഴുകുതിരി കത്തിക്കാൻ പറ്റത്തില്ല. അതെന്താ ഗ്യാസ് അടുപ്പിൽ നിന്ന് മെഴുകുതിരി കത്തിക്കാൻ പറ്റാത്തത്? മിസ്സേ, അതെ, കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗ്യാസ് സ്റ്റവ് ഓണാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഗ്യാസ് സ്റ്റവ് വീട്ടിലുള്ള. അതുകൊണ്ട് ഇന്നലെ കഞ്ഞി പോലും വെക്കാൻ പറ്റില്ല കറണ്ട് വരുന്നവരെ. ഓഹോ, എന്നിട്ട് കണ്ണനെ ഇന്നലെ ഒരു 12:30 ഞാൻ ഓൺലൈനിൽ കണ്ടല്ലോ വാട്സപ്പില്. ഞാനല്ല മിസ് ചെയ്ത്. അച്ഛന്റെ ഫോണല്ലേ? അച്ഛനായിരിക്കും. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. എന്നാ കണ്ണൻ പഠിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? കണ്ണനെ പുറത്തു വന്നു കേട്ടോ. ഇന്ന് എന്റെ ക്ലാസ്സിൽ എന്തായാലും കേറാമെന്ന് നീ വിചാരിക്കണ്ട. എല്ലാ പ്രാവശ്യവും എക്സ്ക്യൂസ് വന്ന് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കുക. അതുകൊണ്ട് പഠിക്കാത്തവരൊക്കെ ഇറങ്ങി പുറത്തു വന്നു. മിസ്സേ, പഠിക്കാത്തവരെ പുറത്തു നിൽക്കാൻ പറഞ്ഞ ലാസ്റ്റ് മിസ് മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല, നീ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നീ ആണോ ഈ പറയുന്നേ? അത് ശരിയാണല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മിസ്സിന്റെ കൂടെ കൂട്ടയിൽ ഇവിടെ ഉണ്ടാവും മിസ്സേ. ബാക്കി എല്ലാരും പോവായിരിക്കും. എന്താ മാളു, നീ പഠിച്ചിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാ നീ പഠിച്ചിട്ടില്ല. വെറുതെ അനാവശ്യം പറയരുത് കേട്ടാ. ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചതാ. ഇന്ന് മിസ് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാനായിരിക്കും ടാർഗറ്റ് ഒന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഉറക്കമുളച്ചിരുന്ന് പഠിച്ചതാ. വെറുതെ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മണ്ടി, നീ പഠിക്കാതിരിക്കുക എന്താന്ന് വെച്ച് ചെയ്തോ. ഞാൻ പറയണ എന്താന്ന് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്.
അടിച്ചിട്ടില്ല. അവനെ ഇപ്പൊ എന്തായാലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കും. ആ സമയത്ത് നിനക്ക് കണ്ണനോട് സംസാരിക്കാലോ, എല്ലാം കണ്ണനോട് പറയാലോ. ഇത് പറ്റിയൊരു അവസരമാ. ഈ അവസരം വിട്ടു കളഞ്ഞാലേ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അയ്യോ അത് വേണ്ട, ഇപ്പൊ പറയണ്ട, പിന്നെ പറയാം, ഇന്റർവെല്ലിന്റെ ടൈമിന് പറയാം. നീ ഇപ്പൊ പറയാ, നാളെ പറയാ, ഇങ്ങനെ പറഞ്ഞിരുന്നു. വേറെ പെമ്പിള്ളേര് കണ്ണനെ കൊണ്ട് പോകുമ്പോഴേ നീ പഠിക്കുള്ളൂ. വേറെ പെമ്പിള്ളേരോ? അതേതാ ഈ വേറെ പെണ്ണ്? അതെ, അപ്പുറത്തെ ക്ലാസ്സിലൊരു കൊച്ച. അവൾക്ക് കണ്ണനെ ഇഷ്ടാണ്, അവള് കണ്ണനോട് ഇഷ്ടാണെന്ന് പറയാൻ പോവാന്നൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്റെ കണ്ണന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തൊന്നുമില്ല. എനിക്ക് കണ്ണനില്ലാതെ ഒരു ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ, എനിക്ക് ഓർക്കാനേ വയ്യ. സൈലൻസ് സൈലൻസ്. എന്താണ് മൂന്നരും കൂടെ ഇവിടെ പറയുന്നത്? ഒന്നുമില്ല മിസ്സേ, ഞാനും പഠിച്ചിട്ടില്ല. ആണോ? എന്നാ അൻസി ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ. കണ്ണാ പെട്ടെന്ന് പുറത്തിറങ്ങൂ. ഇന്ന് എന്തായാലും കുഞ്ഞേട്ട പറയുമായിരിക്കുമല്ലേ? പറഞ്ഞാൽ അവൾക്ക് കൊള്ളാം.